വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ ഓർമ്മയിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രത്യാശയുടെ ജൂബിലി വർഷമായി സഭ ആചരിച്ച 2025 വിട പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവും പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും അപ്രതീക്ഷിതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ലിയോ 14 പാപ്പയുടെ തെരഞ്ഞെടുപ്പുമൊക്കെയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഗാസയിലെ ജനങ്ങൾക്കൊപ്പം യുദ്ധത്തിന്റെ നടുവിലും ക്രിസ്തുവിന്റെ സാന്നിധ്യമായി ഗാസയിൽ നിലകൊണ്ട ഏക കത്തോലിക്ക ഇടവകയ്ക്കും അവിടുത്തെ ഇടവക വികാരിക്കും വിശ്വാസികൾക്കും വേണ്ടി ലോകമെമ്പാടു നിന്നും ഉയർന്ന പ്രാർത്ഥനകൾ പൂവണിയുന്നതിനും ഗാസയിലെ സ്ഥിതി ശാന്തമാകുന്നതിനും 2025 സാക്ഷ്യം വഹിച്ചു. നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങളും സുഡാൻ അടക്കം നിരവധി രാജ്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇരകളാക്കപ്പെടുന്നവരുടെ നിലവിളികളും 2025 നൊമ്പരമായി അവശേഷിക്കുന്നു. 2025 വാർത്തകളിൽ ഇടം നേടിയ പ്രമുഖരായ ക്രൈസ്തവരെ കുറിച്ചുള്ള ലഘുവിവരണം ചുവടെ ചേർക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ. ആഗോള കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് പാപ്പ 2025 ഏപ്രിൽ 21 ഈസ്റ്റർ തിങ്കളിന് 88 വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള അജപാലന ശൈലിയും ദരിദ്രരോടുള്ള കരുണയും അദ്ദേഹത്തിന്റെ പേപ്പസിയെ വേറിട്ടതാക്കി. 2025 പ്രത്യാശയുടെ ജൂബിലി വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു പാപ്പയുടെ വിയോഗം. ലിയോ 14 മാർപ്പാപ്പ. 2025 മെയ് 8 കത്തോലിക്ക സഭയുടെ തലവനായി ലിയോ 14 എന്ന പേരിൽ കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. ദീർഘകാലം പെറുവിൽ മിഷണറിയായി പ്രവർത്തിച്ച പരിചയവും മാർപ്പാപ്പയാകുന്ന ആദ്യ US പൗരനെന്ന ചരിത്ര നേട്ടവും ഈ പേപ്പസി അടയാളപ്പെടുത്തുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലടികൾ പിന്തുടരുമ്പോഴും സ്വതസിദ്ധമായ ശൈലിയിൽ പ്രശ്നങ്ങളെ സമീപിക്കുന്ന ലിയോ പാപ്പയെ ഏറെ പ്രതീക്ഷയോടെയാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത്. വിശുദ്ധ കാർലോ അക്യൂട്ടീസ്. 15 വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച ജീൻസും ടീഷർട്ടും ധരിച്ച കാർലോ അക്യൂട്ടീസ് ആധുനിക ലോകത്തെ വിശുദ്ധിയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. കാർലോ അക്യൂട്ടീസിനെ 2025 സെപ്റ്റംബർ 7 ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മില്ലേനിയൽ തലമുറയിൽ നിന്ന് വിശുദ്ധ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് കാർലോ. ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന കാർലോ ഇന്റർനെറ്റിലൂടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിലും ദിവ്യകാരുണ്യ ഭക്തിയിലും യുവജനങ്ങൾക്ക് മാതൃക നൽകുന്നു. ചാർലി കിർക്ക്. അമേരിക്കയിലെ പ്രമുഖ വലതുപക്ഷ ആക്ടിവിസ്റ്റും ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനുമായ ചാർലി കിർക്കിന്റെ കൊലപാതകം വിശ്വാസ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. 2025 സെപ്റ്റംബറിൽ യൂട്ടാ വാലി സർവകലാശാലയിൽ നടന്ന ഒരു ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. ക്രിസ്ത്യൻ നാഷണലിസ്റ്റിന്റെ ശക്തനായ വക്താവായിരുന്ന അദ്ദേഹം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ചാർലി മുന്നോട്ട് വെച്ച കത്തോലിക്ക മൂല്യങ്ങളും അദ്ദേഹത്തിന്റെ കൊലപാതകിക്ക് മാപ്പ് നൽകിയ ഭാര്യ എറിക്ക കിർക്കിന്റെ നടപടിയും അനേകം യുവജനങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും വിശ്വാസത്തെ പുൽകാനും പ്രചോദനമായി. കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല. ജെറുസലേമിലെ പുതിയ ലാറ്റിൻ പാത്രിയാർക്കീസായ ഇദ്ദേഹം വിശുദ്ധ നാട്ടിൽ സമാധാനത്തിനായി നടത്തിയ ഇടപെടലുകളിലൂടെ 2025 ലോക ശ്രദ്ധ നേടി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ബന്ദികൾക്ക് പകരമായി തന്നെ വിട്ടു നൽകാൻ അദ്ദേഹം തയ്യാറായ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾക്കിടയിൽ ക്രൈസ്തവരുടെ സംരക്ഷണത്തിനായി ഉറച്ച നിലപാടുകളെടുത്ത പാത്രിയാർക്കീസ് പലതവണ ഗാസയിലെ ഏക കത്തോലിക്ക ഇടവക സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ബിഷപ്പ് മാർക്ക് സെയ്റ്റ്സ്. അമേരിക്കയിലെ എൽപാസോ രൂപതയുടെ ബിഷപ്പായ മാർക്ക് സെയ്റ്റ്സ് കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കായി നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. 2025 ഒക്ടോബറിൽ അദ്ദേഹത്തിന് പാക്സ് ക്രിസ്റ്റി ഇന്റർനാഷണൽ സമാധാന പുരസ്കാരം ലഭിച്ചു. അഭയാർത്ഥികൾക്കായി അതിർത്തികളിൽ പ്രാർത്ഥനകൾ നയിക്കുകയും അവർക്കെതിരായ രാഷ്ട്രീയ നീക്കങ്ങളെ വിമർശിക്കുകയും ചെയ്ത അദ്ദേഹം കുടിയേറ്റക്കാരെ യേശുവിനെ പോലെ കരുതി സംരക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. മൈക്കൽ ഇസ്കന്ദർ. പ്രശസ്തമായ ഹൗസ് ഓഫ് ഡേവിഡ് എന്ന പരമ്പരയിൽ ദാവീദ് രാജാവായി അഭിനയിച്ച ഈജിപ്ഷ്യൻ അമേരിക്കൻ നടനാണ് മൈക്കൽ ഇസ്കന്ദർ. 2025 ഓഗസ്റ്റിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതായുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ സിനിമ ക്രൈസ്തവ ലോകത്ത് വലിയ വാർത്തയായി. ദാവീദ് രാജാവിന്റെ വേഷം ചെയ്തത് തന്റെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോപ്റ്റിക് ഓർത്തഡോക്സ് വിശ്വാസിയായ അദ്ദേഹത്തിന് മാൻഹട്ടനിലെ സെയിന്റ് പാട്രിക്സ് കത്തീഡ്രൽ സന്ദർശിച്ചപ്പോഴുണ്ടായ ആത്മീയ അനുഭവമാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ പ്രേരണയായത്. സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശ്വാസയാത്ര പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങളും അഭിമുഖങ്ങളും 2025 തരംഗമായി മാറി.